ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വീണ്ടും സ്വാഗതം. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് മാരേജ് കല്യാണം കഴിഞ്ഞിട്ടുള്ള എക്സ്പെക്ടേഷൻസ് വേഴ്സസ് റിയാലിറ്റി. നമുക്കൊരു എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ കല്യാണത്തിന് മുമ്പ്. റിയാലിറ്റിയും കാണുമല്ലോ. അപ്പോ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായാലും അപ്പൊ അതിന്റേതായിട്ടുള്ള റിയാലിറ്റി അല്ലെങ്കിൽ എനിക്ക് ഇത്ര കുറച്ച് കാലത്തിനുള്ളിൽ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഞാൻ കമ്മ്യൂണിറ്റി ടാബിലും ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് എന്താണ് കല്യാണത്തിന് മുമ്പ്, അല്ലെങ്കിൽ കല്യാണം ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞവരായിരിക്കും, അപ്പൊ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്തായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള പല എക്സ്പെക്ടേഷൻസ് ഞാൻ കണ്ട കാര്യം. പക്ഷെ നമുക്ക് ഒരു ഫണ്ണായിരിക്കും, ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും, ഒപ്പം നമ്മൾ കുറച്ച് ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ്. കാരണം എനിക്ക് കല്യാണത്തിന് മുമ്പ് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു, എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. പക്ഷെ എനിക്ക് അറിയില്ല, എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരിക്കണം. നമുക്ക് കുറച്ചെങ്കിലൊക്കെ നമ്മുടെ ജീവിതത്തിനോട് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായെങ്കിലല്ലേ ജീവിക്കാൻ നമുക്കൊരു സുഖം തോന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കുള്ളൂ. നമുക്കിങ്ങനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചിലപ്പോൾ വളരെ ദുരന്തപരമായിട്ടാവും നമ്മൾ ജീവിച്ചു പോകുന്നത്, ദുരന്തപരമായിട്ടാവും പോകുന്നത്. അപ്പൊ നമുക്ക് അതിലൊരു ഹോപ്പ് അത്രേ ഉള്ളൂ. അപ്പം ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഞാൻ എടുക്കണ്ടെന്ന് വെച്ചതാണ്. എന്നിരുന്നാൽ പോലും ഇത് എക്സ്പെക്ടേഷൻ അല്ല, ഒരു കമന്റ് ആണ്. ഫസ്റ്റ് ഒരു കമന്റ് എഴുതി തുടങ്ങാം, പക്ഷെ ഇതിന് ശേഷം നമ്മൾ പറയുന്നത് ഫുള്ള് നല്ല നല്ല എക്സ്പെക്ടേഷൻസ് ആയിരിക്കും. അപ്പൊ ഞാൻ വായിച്ചുതരാവേ. അംജുക്കായിരിക്കണം ആൻസർ വരുന്നത്. ഹാപ്പി ആയി പോകുന്നു, ബട്ട് നിന്നെ പോലെ അംജുക്ക മുത്തേ വിളിച്ചു പൊന്നെ വിളിച്ച് ജീവനാണെന്നും പറഞ്ഞ് ഇതൊന്നും നാട്ടുകാരോട് പറഞ്ഞ് നടക്കാറില്ലെന്നും മാത്രം. ഇതൊക്കെ എല്ലാ ദാമ്പത്യ ജീവിതത്തിലും നടക്കുന്ന സംഭാഷണങ്ങൾ തന്നെയാണ് ഇവളുടെ വിചാരം. ഇതിനുള്ള ഉത്തരം എന്ന് പറയുമ്പോൾ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു യൂട്യൂബർ അല്ല, വെറും ഒരു ഓർഡിനറി ഗായ്. എന്നിട്ടാണ് യൂട്യൂബർ എന്ന് പറയുമ്പോൾ എൻ്റെ വൈഫ് അസ്ലാം അലി. അപ്പോൾ മോളുടെ യൂട്യൂബ് ചാനലിൽ എങ്ങനെയെങ്കിലും ഏത് വിധമുള്ള സപ്പോർട്ടും ഞാൻ കൊടുക്കും. ആസ് എ ഹസ്ബൻഡ് വിത്ത് ലവ് ആൻഡ് കെയർ, ഐ വിൽ ഓൾവേസ് ബി ദെയർ വിത്ത് യു. അപ്പോൾ എനിക്ക് എങ്ങനെ യൂട്യൂബിൽ എങ്ങനെ പെരുമാറണം അതൊന്നും എനിക്ക് അറിഞ്ഞൂടെ ശരിക്കും. ഞാൻ എൻ്റെ ലൈഫിൽ എനിക്കിഷ്ടം മാവിനെ മോളെ ഇതൊക്കെ വിളിക്കാനാ. അതിൻ്റെ ഒരു പാട്ട് മാത്രമായിരിക്കും ചിലപ്പോൾ മോള് വീഡിയോ റെക്കോർഡ് ചെയ്തൊക്കെ ആൾക്കാരൊക്കെ കാണുന്നത്. ബട്ട് ദിസ് ഈസ് മീ. അംജുക്കൊരു സോഷ്യൽ മീഡിയ പേഴ്സണേ അല്ല. ഞാൻ ആദ്യം കല്യാണം കഴിക്കുമ്പോഴേ പറഞ്ഞിരുന്നു എനിക്കിതൊന്നും യൂസ്ഡ് അല്ല, എനിക്കിതൊന്നും അറിയില്ല. പക്ഷെ ഞാൻ സപ്പോർട്ട് ചെയ്യും. അത് തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവന് എഡിറ്റിംഗിൽ വന്നിരുന്നിട്ടില്ല, അല്ലെങ്കിൽ എന്താ വീഡിയോ വരുമ്പോൾ ഇരുന്ന് കാണും എന്നല്ലാണ്ട്. അപ്പോൾ അംജുക്ക വീട്ടിലുള്ളപ്പോഴും മോളെ മുത്തേന്നൊക്കെ പറഞ്ഞത് വെച്ചിട്ട് ജീവനാണ്, എപ്പോഴും 24 മണിക്കൂർ ജീവനാന്നും പറഞ്ഞ് നടക്കുന്നൊന്നുമില്ല. നമ്മളിടയിൽ ഒരുപാട് അടി പിടിയൊക്കെ നടക്കുന്നുണ്ട്, സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ റെക്കോർഡ് ചെയ്ത് വീഡിയോ പിടിച്ചിട്ട് ഇടുന്നില്ല. കാരണം അതൊരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ നടക്കുന്ന ഒരു കാര്യങ്ങളാണ്. പിന്നെന്ന് ഒരു കാര്യം പറയുന്നത്, നമ്മൾ ഒരിക്കലും നമ്മുടെ പോലെ ആയിരിക്കും മറ്റൊരു കപ്പിളിന് നമ്മൾ വിചാരിക്കരുത്. എല്ലാവരും ഇതിപ്പോ ഒരു ആക്ച്വലി കമ്പാരിസൺ ആണ്. ഇപ്പൊ നിങ്ങൾ ഹാപ്പി പോകണമെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, നിങ്ങൾ നല്ല ഹാപ്പിയാണ് ജീവിതം, അതേപോലെ തന്നെയാണ് നമ്മളും. ഇപ്പൊ നമ്മളുടെ ലൈഫിൽ എന്ന് പറയുമ്പോൾ നിങ്ങളെ കാര്യം പറയുമ്പോൾ നിങ്ങളെപ്പോലെയല്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു കമ്പാരിസൺ നടക്കുന്നത്. അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഒരു ഇൻസെക്യൂരിറ്റി അതിൽ കാണിക്കുന്നില്ലേ. ഇപ്പൊ ഞാൻ എന്നെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നെ പറ്റി പറയുള്ളൂ, വേറെ ഒരാളെ പറ്റി പറയില്ല. അപ്പോൾ അംജു എന്നുള്ളൊരു ക്യാരക്ടർ ഇങ്ങനെയാണ്, നിങ്ങളെ ഹസ്ബൻഡ് എന്നുള്ളൊരു ക്യാരക്ടർ അങ്ങനെ മുത്തേ മോളെ ജീവനാന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഇതായിരിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും. ഡിഫറെന്റ് ആണ്, അത്രേ ഉള്ളൂ ആൻസർ. ഇൻസെക്യൂരിറ്റീസ് കൊണ്ട് നമ്മളെ ജഡ്ജ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദിയർ മാറ്റർ. നമുക്ക് അത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. I get many kind of mentions in Instagram like pen കോന്തൻ, പെൻ കൂസൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർക്ക് എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ പറയുകയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയുള്ളൂ. I take it as an appreciation. It's my love towards her. So it doesn't even matter what you all say. My love stays with her forever. അതെ, ഇപ്പൊ പലരും ഇത് മെയിൻ ആയിട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവനൊന്ന് വിഷമിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ ഒരു സാധനം ഇട്ട് കൊടുക്കാന്ന് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ പറയുന്നത്. നമുക്ക് നമ്മളുടെ ഒരു റിയൽ ലവ് ആണെങ്കിൽ ബാക്കി ആരെന്ത് പറഞ്ഞാലും അത് അങ്ങനെ നിൽക്കും. അവരോട് എന്തായാലും പറയരുതെന്ന് പറയാം, അത് അവരുടെ ഒപ്പീനിയൻ ആണ്, അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഒരാൾക്ക് നമ്മൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമല്ല, റെസ്പെക്ട്. പക്ഷെ നമ്മളുടെ ഇടയിൽ ഒരു ബോണ്ട് സ്ട്രോങ് ആണെങ്കിൽ അത് എഫക്ട് ചെയ്തില്ല, അത് നമ്മളെ എഫക്ട് ചെയ്തില്ല. ഇറ്റ്സ് സ്ട്രോങ്ങർ ദാൻ എവർ. അത് മറ്റൊരാൾക്കാർ വിചാരിക്കുന്നില്ല നമ്മുടെ ലൈഫ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പോ ഞാൻ അംജുക്കാനെ സ്നേഹിക്കണം, അല്ലെങ്കിൽ ഞാൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് അത് എനിക്ക് ഇങ്ങോട്ട് കിട്ടണോണ്ടല്ലേ ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുന്നത്. ഐ ഓൾവേസ് ലൈക്ക് ടു വർക്ക് ഓൺ മൈ റിലേഷൻഷിപ്പ്. ഞാൻ എത്രമാത്രം മോൾക്ക് സ്നേഹം കൊടുത്താലേ എനിക്ക് സ്നേഹം കിട്ടത്തുള്ളൂ. എനിക്ക് എല്ലാ ഹസ്ബൻഡും വൈഫിനോടും പറയാനുള്ളത്, നമ്മൾ അങ്ങോട്ട് കൊടുത്താലേ തിരിച്ച് ഇങ്ങോട്ട് കിട്ടുള്ളൂ. അല്ലാണ്ട് ഇങ്ങോട്ട് മാത്രം പ്രതീക്ഷ
ഉദ്ദേശം ഇരുന്ന് കഴിഞ്ഞാൽ അതില്ല. ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് പോണെങ്കിൽ രണ്ടുപേരും വർക്ക് ചെയ്യണം അതില്. അപ്പൊ എന്നോട് ഈ മോളേന്നും മുത്തേന്നും അല്ലെങ്കിൽ അവൻ ആ സ്നേഹം എക്സ്പ്രസ് ചെയ്യണോണ്ടാ തിരിച്ച് എനിക്ക് ആ സ്നേഹം അവനിക്കും കൊടുക്കാൻ പറ്റുന്നത്. നിങ്ങളെല്ലാരും പറയുന്ന പോലെ അല്ലെങ്കിൽ ഒരു ടൈം നമുക്ക് മടുക്കും, ഇത് ഞാൻ മാത്രമാണല്ലോ കൊടുക്കുന്നത്. അത് ഇപ്പോഴല്ല, നമ്മളെല്ലാവരും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സമയത്തുമ്പോ റിലേഷൻഷിപ്പിന്റെ സ്പാർക്ക് പോകുന്നു, നഷ്ടപ്പെടുന്നു. അത് ഇതാണ് കാര്യം. ഒരു ടൈം എത്തുമ്പോൾ ആദ്യമൊക്കെ നല്ല ഇതായിരിക്കും, കുറച്ചൊരു വർഷങ്ങൾ കഴിയുമ്പോൾ തോന്നി തുടങ്ങും ഇത് ഞാൻ മാത്രമാണല്ലോ ഇങ്ങനെ, ഞാൻ മാത്രമാണല്ലോ ഇങ്ങനെ എന്ന് പറയുമ്പോൾ വൺ സൈഡ് തിങ് ആണല്ലോ എന്നുള്ളൊരു സാധനം വരും. എപ്പോഴും ഒരു റിലേഷൻഷിപ്പ് റൊമാൻറ്റിക് ആയിട്ട് പോകണമെങ്കിൽ രണ്ടുപേരും അതിൽ വർക്ക് ചെയ്യണം, അത് ഇഷ്ടത്തോടെ. അപ്പൊ എനിക്ക് ഈ കമന്റ് ഇട്ടവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ എന്റെ ലൈഫ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്, നിങ്ങൾ കാണുന്നത് നിങ്ങളെയും ഡിഫറെന്റ് ആണ്. പ്രത്യേകിച്ച് ഇത് സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയ വെച്ചിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അംജുക്ക മോളേന്ന് മുത്തേന്ന് വിളിച്ചിട്ട് ഞാൻ ലോകത്തോടെ എവിടെയും വിളിച്ചു പറയും. അംജുക്ക ഒരു സോഷ്യൽ മീഡിയ ആളല്ല, യൂട്യൂബർ അല്ല. ഞാനാണ് ഇവിടുത്തെ യൂട്യൂബർ, എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, എനിക്കൊന്നും അറിയത്തില്ല. ഈ ശരിക്കും നമ്മളൊരു എക്സ്പെക്ടേഷൻസ് വായിച്ചു തുടങ്ങാണ്. പാർട്ട്ണർ ആയിട്ട് വരുന്ന ആള് നല്ല ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം, പാസ്റ്റ് ഒരിക്കലും ജഡ്ജ് ചെയ്യുന്ന ആളായിരിക്കരുത്. Guy should be big on gestures and all, like flowers, love letters, compliment, റെസ്പെക്ട്ഫുൾ ആയിരിക്കണം. സ്വന്തമായൊരു നിലപാട് വേണം. അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോ പറഞ്ഞാൽ നോ ആയിട്ട് എടുക്കാൻ അറിയണം. ഗൈ ഷുഡ് നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹിസ് മദർ ആൻഡ് വൈഫ്. മോസ്റ്റ് മെൻ ആർ മമ്മാസ് ബോയ്. മെന്റൽ ഹെൽത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന, ഐ ആം എ സൈക്കോളജി സ്റ്റുഡൻറ്. ആള് കുറച്ചുകൂടി ചില്ലായിരിക്കണം, ബിക്കോസ് ഞാൻ നല്ല സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. ഫിലോസഫി ഒക്കെ അറിയുന്ന, അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ആളാണെങ്കിൽ സെറ്റ്. സമ്മറൈസ് ചെയ്യണ ആണെങ്കിൽ പച്ചക്കറിയുടെ കിഡ്സിന്റെ, എനിക്കത് മനസ്സിലായില്ല, കിഡ്സിന്റെ കാര്യവും അല്ലാതെ ഇന്റലക്ച്വൽ ടോക്സിനെ പറ്റുന്ന ഒരാൾ. ആസ് ഫോർ ഹെർ, ഹിസ് ലുക്സ്, ഐ ലവ് ഡാർക്ക് സ്കിൻ മാൻ വിത്ത് ലോങ് ഹെയർ. എക്സ്പെക്ടേഷൻസ് ഇതൊക്കെയാണ്, റിയാലിറ്റി എന്താകും അറിയില്ല. സോ ദിസ് ഈസ് സംവൺ ലൈക്ക് എ പേഴ്സൺ ഹു വാണ്ട്സ് ടു എക്സ്പ്ലോർ. അതായത് റിലേഷൻഷിപ്പ് തുടങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ മറ്റേ എന്താ പറയാ, ജോബ്, കുട്ടി അങ്ങനെ പോകുന്ന ആൾക്കാരല്ല. ലൈക്ക് ഷീ വാണ്ട്സ് മോർ ടു വർക്ക് ഓൺ എ റിലേഷൻഷിപ്പ്. അതെ, ഞാനൊരു കാര്യം പറയാം, നമുക്ക് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരിക്കണം. പക്ഷെ ഇതെല്ലാം ഒതുങ്ങി ഒരാൾ എന്തായാലും, ഇപ്പൊ ഈ കമന്റ് ഇട്ട ആൾ കുറയും, എന്തായാലും ഇതെല്ലാം കൂടി വരുന്ന ഒരാളായിരിക്കില്ല എന്നുള്ളത്. ഇതിൽ എന്തൊക്കെയൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യണം. നമ്മളൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വന്നാലും അതിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, കോംപ്രമൈസ് ഉണ്ട്. നമ്മളിങ്ങനെ പറയും റിലേഷൻഷിപ്പിൽ ഒരിക്കലും അഡ്ജസ്റ്റ്മെന്റ് പാടില്ല, അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത്. നടക്കുന്ന കാര്യമില്ല, അഡ്ജസ്റ്റ്മെന്റ് വേണം. അത് ഞാൻ പിന്നീട് പറയാം. എല്ലാം തികഞ്ഞ ആരും വരുന്നില്ല, എന്നാലും എനിക്കിതിലൊരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം. ശരിക്കും ഉറപ്പായിട്ടും ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരാള് എന്തായാലും ആർക്കാണെങ്കിലും ജഡ്ജ് ചെയ്യും. പാസ്റ്റ് ഒരിക്കലും ജഡ്ജ് ചെയ്യും. പാസ്റ്റ് ജഡ്ജ് ചെയ്യുന്ന ഒരു നല്ല ക്വാളിറ്റി അല്ല. പാസ്റ്റ് അറിഞ്ഞിട്ട് വേണം. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, പാസ്റ്റ് ഹൈഡ് ചെയ്യാണ്ട് വേണം കല്യാണം. പാസ്റ്റ് ഹൈഡ് ചെയ്യാണ്ട് വേണം ഒരാളെ കല്യാണം കഴിക്കാൻ. ഇപ്പൊ വേറൊരാള് നമ്മളെ പാസ്റ്റ് പറഞ്ഞാലും അതിൽ വിഷമിക്കണ അല്ല, നമ്മുടെ പാസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ പാസ്റ്റ് എന്തായാലും നമ്മൾ കെട്ടാൻ പോണ ആള് അറിഞ്ഞിരിക്കണം, അതൊരു നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അത് വെച്ച് പിന്നീട് ജഡ്ജ് ചെയ്യരുത്. അത് അറിഞ്ഞിട്ടാണല്ലോ എന്തായാലും കെട്ടുന്നത്, അപ്പൊ അത് വെച്ചിട്ട് ജഡ്ജ് ചെയ്യരുത്. പിന്നെ ഫ്ലവേഴ്സ്, ലവ് ലെറ്റേഴ്സ്, കോംപ്ലിമെന്റ്, ഇതൊക്കെ എനിക്കും ഭയങ്കര ആഗ്രഹമുള്ള ഒരു കൂട്ടത്തിൽ. ലവ് ലെറ്റേഴ്സ്, ഫ്ലവേഴ്സ്, കോംപ്ലിമെന്റ്. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് ഇതൊക്കെ ഞാൻ ആഗ്രഹിച്ചാണ്. എനിക്ക് കോംപ്ലിമെന്റ് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് ദിവസം എനിക്ക്. പക്ഷെ ലവ് ലെറ്റേഴ്സ്, ഫ്ലവേഴ്സ് ഇല്ല. അപ്പൊ കണ്ടേ കുറച്ച് കാര്യത്തിൽ അതില്ലെങ്കിലും കുഴപ്പമില്ല, കോംപ്ലിമെന്റ് കിട്ടുന്ന തന്നെ വലിയ കാര്യം എന്നുള്ളത്. ഫ്ലവേഴ്സ്, ലവ് ലെറ്റേഴ്സ് ഒന്നും അംജുക്കാക്ക് ഒരു സാധനം. പക്ഷെ എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ഫ്ലവേഴ്സ് ഒക്കെ പിക്ക് ചെയ്ത് അത് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റീൽസ് ഒക്കെ അയച്ചു കൊടുക്കും. നമ്മളെ ചിലതൊക്കെ നമ്മളെ അറിയിക്കണം, ചിലതൊക്കെ ഇത് നമുക്ക് ഇഷ്ടമാണെന്ന് നമ്മൾ അറിയിച്ചാലേ അവരറിയുള്ളൂ. അപ്പൊ ഇങ്ങനെ റീൽസ് ഒക്കെ ആയിട്ട് അയച്ചു കൊടുക്കും. ഇതിൽ എനിക്ക് ഒരു കാര്യം മനസ്സിലാവായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ശരിയാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ മോം ആൻഡ് വൈഫ് അത് അറിഞ്ഞിരിക്കണം. പക്ഷെ ഇതില് മമ്മാസ് ബോയിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ഒരു കാര്യം ഞാൻ പറയാം, എല്ലാ പിള്ളേർക്കും ഉമ്മമാരോട് കുറച്ച് സ്നേഹം കൂടുതലായിരിക്കും. അംജുക്കാടെ കാര്യത്തിൽ തന്നെ അംജുക്കാക്ക് മമ്മി എന്ന് വെച്ചാൽ ജീവനാണ്. നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ചോദിക്കാൻ പോകാറില്ല എന്നെക്കാളും സ്നേഹം മമ്മീനോടാണോ, കാരണം നമ്മൾ ഈ ഉത്തരം കിട്ടി വിഷമിക്കണേക്കാളും നല്ലതല്ലേ. പക്ഷെ എനിക്ക് തരുന്ന ഒരു സ്നേഹം വേറെ ഉണ്ട്, മമ്മിക്കുള്ള സ്നേഹം വേറെ ഉണ്ട്. ഒരാൾ പെണ്ണിനെ കല്യാണം കഴിച്ചെന്ന് വെച്ചിട്ട്
ആ മമ്മീനോടുള്ള സ്നേഹം കുറയാ അത് പ്രാക്ടിക്കൽ അല്ല ഒരിക്കലും. ഓൾവേസ് ബി വെൽ അവെയർ ഓഫ് യുവർ റെസ്പോൺസിബിലിറ്റി. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, വൈഫിന്റെ കാര്യത്തിൽ ഡിസിഷൻ എടുക്കുന്നത് ഹസ്ബൻഡ് മാത്രമായിരിക്കണം. അവിടെ മമ്മീന്നോ പപ്പാന്നോ വരാൻ പാടില്ല. അത് ഫാമിലി വരുമ്പോ അത് ഇതാണ്. പക്ഷെ സ്നേഹത്തിന്റെ കാര്യം വരുമ്പോ മമ്മസ് ബോയ് ആയിക്കോട്ടെ, നല്ലൊരു കാര്യം. മമ്മാനെ സ്നേഹിക്കട്ടെ, അവര് സംസാരിക്കട്ടെ, വിഷയങ്ങൾ പറയട്ടെ, എല്ലാം സംസാരിക്കട്ടെ. അതൊരു വൈഫിന്റെ സ്പേസുമായിട്ട് ഇതാക്കരുത്. അല്ലെങ്കിൽ വൈഫിനായിട്ടുള്ള ഇപ്പൊ എവിടേക്കെങ്കിലും പോണം, എനിക്ക് എവിടേക്കെങ്കിലും പോണം എന്നുണ്ടെങ്കിൽ ഉമ്മാനോടും കൂടി ഒന്ന് ചോദിച്ചേക്ക്. ആ ഒരു സാധനം അവിടെ കൊണ്ടുവരാൻ പാടില്ല എന്ന് ഞാൻ പറയും. അതായത് ബിൽഡ് അപ്പ് യുവർ ഓൺ പ്രൈവസി. അതാണ് അതെ, പ്രൈവസി ബിൽഡ് ചെയ്തെടുക്കാം. ഹസ്ബൻഡ് വൈഫ് എന്നുള്ള ഒരു ഇതില് അവിടെ ഫ്രണ്ട്സും ഇല്ല, പാരന്റ്സും ഇല്ല, ഒന്നുമില്ല. പാരന്റ്സിന് അത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ഡിസിഷൻസ് എടുക്കുന്നതാണെങ്കിലും ഇവ നിങ്ങളുടെ എന്ത് കാര്യത്തിലാണെങ്കിലും ആ രീതിക്ക്, ആ ഒരു ബൗണ്ടറിക്ക് ഒരാളെയും കൊണ്ടുവരരുത്. അവിടെ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ബാക്കി സ്നേഹമൊക്കെ അവര് സ്നേഹിക്കട്ടെ. ഇപ്പൊ ഫോണിൽ അവർക്ക് എന്നും വിളിക്കണമെങ്കിൽ വിളിച്ചോട്ടെ, വിശേഷങ്ങൾ പറയട്ടെ, നമ്മുടെ കാര്യങ്ങൾ പറയട്ടെ, സംസാരിക്കട്ടെ. ഇതൊക്കെ അവരുടെ ഹാപ്പിനെസ് അല്ലേ ഇത്രയും കാലം ഉണ്ടായിരുന്നത്. പിന്നെ അമ്മമാരെ സ്നേഹിക്കുന്ന മക്കളായിരിക്കും ഏറ്റവും കൂടുതൽ ഭാര്യമാരെയും സ്നേഹിക്കുന്നുണ്ടായിരിക്കുക. കാരണം അവർക്ക് അവരെ അമ്മമാരെ വില അറിയാം അല്ലേ. അങ്ങനെയാണ്. പിന്നെ ഫിലോസഫി ഒക്കെ അറിയുന്ന ആളോ? ഒന്നും എന്റെ തരത്തിലല്ല. എനിക്കൊന്നും ഫിലോസഫി എന്റെ മുന്നേ എനിക്കൊക്കെ ആഗ്രഹം ഫിലോസഫി ഒന്ന് പറയുന്ന ആളാ വരത്തിരിക്കരുത്. പക്ഷെ അതൊക്കെ ഓരോ ഇഷ്ടങ്ങളാണ്. അതൊക്കെ ചിലപ്പോ അതൊക്കെ കൂടുതൽ അറിവ് കിട്ടാനും സംസാരിക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരട്ടെ. അപ്പൊ ഈ അപ്പൊ ഈ മമ്മയുടെ കാര്യത്തിൽ ഈ ഒരു കാര്യം മാത്രം എനിക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഓരോരുത്തർക്ക് ഇപ്പൊ ഇതിൽ പറയുന്നുണ്ട് ഡാർക്ക് സ്കിൻഡ് മെൻ വിത്ത് ലോങ് ഹെയർ, ഇതൊക്കെ നല്ലതാണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കും, ഇപ്പൊ ഈ ഡാർക്ക് സ്കിൻഡ് മെൻ എന്ന് പറഞ്ഞപ്പോ നമുക്കൊന്നും തോന്നില്ല അല്ലെ, ഒന്നും നമുക്ക് തോന്നില്ല ഒന്നല്ല. പക്ഷെ നമ്മളിപ്പോ ഇതിന്റെ നേരെ തിരിച്ചൊരു വൈറ്റ് സ്കിൻഡ് മെൻ എന്നാ പറഞ്ഞെങ്കിൽ അവിടെ റേസിസം വരും. അവിടെ റേസിസം എന്ന് പറഞ്ഞ സാധനം വരും, കാര്യങ്ങൾ വരും. അവിടെ പിന്നെ വലിയ എന്താ അങ്ങനെ പറഞ്ഞ. പക്ഷെ ഡാർക്ക് സ്കിൻ മെൻ എന്ന് പറയുമ്പോൾ അങ്ങനെ കൂടുതൽ ആക്ച്വലി എന്ന് പറയുമ്പോൾ ഒരാളിപ്പോൾ പറയണേ എനിക്കൊരു വൈറ്റ് സ്കിൻ മെന്നാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ ജഡ്ജ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം അത് അവരുടെ ഇഷ്ടമാണ്, അവരൊരു പേഴ്സണൽ പ്രിഫറൻസ്, അവരുടെ ചോയ്സ് ആണ്. ഇപ്പോ നമ്മളുടെ മനസ്സില് ഡാർക്ക് എന്നുള്ളത് ഒരു മോശമാണ്, അല്ലെങ്കിൽ വൈറ്റ് എന്നുള്ളത് ഇങ്ങനൊരു സാധനം വരുമ്പോഴാണ് ഈ വൈറ്റ് എന്നും ഡാർക്ക് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തലപ്രാന്ത് പിടിക്കുന്നത്. അതല്ലാണ്ട് നോർമലൈസ് ചെയ്യും. ചിലവർക്ക് ഡാർക്ക് കളർ ആയിരിക്കും ഇഷ്ടം, ഡാർക്ക് സ്കിൻ ആയിരിക്കും, അങ്ങനെയൊക്കെ. എനിക്ക് എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ചിലർക്ക് വൈറ്റ് സ്കിൻ ആയിരിക്കും, അത് അവരുടെ ഒരു ഇഷ്ടമാണ്. ചിലർക്ക് മുടിയുള്ളവരായിരിക്കും, ചിലർക്ക് മുടിയില്ലാത്തവരായിരിക്കും, അതൊക്കെ ഓരോ ഇഷ്ടം. അപ്പൊ നമുക്ക് ഒരിക്കലും സത്യം പറയട്ടെ, ഇപ്പൊ ഏറ്റവും കൂടുതൽ തല്ല് നടക്കുന്ന രണ്ട് കാര്യം എന്ന് പറയുന്നത് ഒന്ന് സ്കിൻ ടോൺ, ഈ ഡാർക്ക് വൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അങ്ങ് ഭ്രാന്ത് പിടിക്കുക. അതിന്റെ ആവശ്യം സത്യമില്ല. ഡാർക്ക് ആയാലും വൈറ്റ് ആയാലും അത് ബ്യൂട്ടിഫുൾ ആണെന്ന് മനസ്സിലുണ്ടെങ്കിൽ വൈറ്റ് നേട്ടായാലും ഡാർക്ക് നേട്ടായാലും ഭ്രാന്ത് പിടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളുടെ ഉള്ളിൽ ഡാർക്ക് എന്നുള്ളത് ഒരു മോശം എന്നുള്ളത് കൊണ്ടാണ് ഈ ഡാർക്ക് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇത്ര പൊള്ളുന്നത് അല്ലെ. അതേപോലെ തന്നെയാണ് ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ള വാക്ക്. ജെൻഡർ ഇക്വാലിറ്റി പറഞ്ഞ് ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ അടിയാണ്. ഫെമിനിസ്റ്റ് എന്നും പറഞ്ഞിട്ട് അടിയാണ്. ഇപ്പൊ നമ്മൾ അങ്ങനൊക്കെ ഒരു പ്രശ്നം വന്നേക്കണം. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇതേ ഇല്ല. ഇപ്പൊ ആണുങ്ങൾക്ക് ഞാനും പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് വരും. അപ്പൊ എന്താ ആണുങ്ങൾ ഇങ്ങനെയാണോ? ആണുങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ വരും. അപ്പൊ പെണ്ണുങ്ങൾ ഇങ്ങനെ. ഇത് നമ്മുടെ ഉള്ളിലുള്ള ഒരു പ്രശ്നമാണ്. നമ്മളുടെ ഇക്വാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നതും ഇതേപോലെ ഡാർക്ക് സ്കിൻ വൈറ്റ് സ്കിൻ ഉള്ള പോലെ തന്നെയാണ്. സ്ത്രീയും പുരുഷനും ഒരുപോലെ തന്നെയാണ്. അതില് സ്ത്രീ ഇപ്പൊ ഒരു പെണ്ണ് കുറ്റം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ ആണെന്നല്ല. ഒരു ആണ് കുറ്റം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആണുങ്ങളും അങ്ങനെ ആയിരിക്കണം എന്നില്ല. നമ്മള് അപ്പൊ ഇപ്പൊ നമ്മൾ പറയും അവനിങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമന്റ്സ് വരും, എന്താ അവളെന്ന് പറയാരുത് എന്നത്, അവളുമാരി ഇങ്ങനെ ചെയ്യുന്നില്ലേ. നമ്മളെങ്ങാനും അവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങും എന്താ അവളെന്ന് പറഞ്ഞ അവന്മാരല്ലേ കൂടുതൽ ഇങ്ങനെ. തമ്മിൽ അടിയാണ് ഈ രണ്ട് കാര്യങ്ങൾക്ക്. അപ്പൊ ഇതിന്റെ ഒരു ആവശ്യമില്ല. ഇപ്പൊ നമ്മുടെ ഉള്ളിലുള്ള പോലെ ആയിരിക്കും ഇതെന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റത്തെ ഇതാണ് എനിക്ക് ആൻസർ പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് എക്സ്പെക്ടേഷൻ. ഞാൻ ഹസ്ബൻഡും മാത്രമുള്ള ലോകം, സന്തോഷം, ട്രിപ്പ്, ഫുഡ്, ഷോപ്പിംഗ്, കൂൾ, ബേബി. റിയാലിറ്റി, ഹസ്ബൻഡ് ദുബായിൽ, ഞാൻ നാട്ടിൽ. ഹസ്ബൻഡ് വീട്ടുകാർ, കൂടെയുള്ള ലൈഫ്, ദ എൻഡ്. ഇങ്ങനെയാണ് കേൾക്കുന്നത്. ഇത് ഒരുപാട് പ്രവാസി മലയാളികളും അനുഭവിച്ച ഓരോ സീൻസ് ആണ്. ഒരുപാട് ലൈക്ക് എന്റെ പപ്പ എന്നെ പറയാം, അത് കല്യാണം കഴിഞ്ഞ് 1 year മമ്മി എന്നെ ഫാമിലിയുടെ അടുത്തായിരുന്നു. അപ്പൊ അതിന്റെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മമ്മി ഇപ്പോഴും പറയാറുണ്ട്. ഹൗ ഷീ സർവൈവ്ഡ് ഒരു വർഷമാണ് തന്നെ. പിന്നെ അത് കഴിഞ്ഞപ്പോ പപ്പ അടുത്ത് പോയി. അപ്പൊ ആ ഒരു ഇതുള്ള. ഞാൻ ഒരു കാര്യം പറയട്ടെ,
ഇപ്പോൾ നമുക്ക് ശരിയാണ് എല്ലാവർക്കും ആഗ്രഹമുള്ളത് എന്തൊക്കെ വന്നാലും നമ്മുടെ ഭർത്താവിന്റെ കൂടെ നമ്മൾ ജീവിക്കുന്നതായിരിക്കും ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ. അത് നമ്മൾ ഇനിയിപ്പോ കെട്ടിക്കൊണ്ടു പോകുന്ന വീട്ടില് എത്ര സന്തോഷാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഭർത്താവ് ഇല്ലെങ്കിൽ ഒരു മിസ്സിംഗ് ആണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വീട് വിട്ടു പോകുമ്പോൾ വേറെ അറ്റ്മോസ്ഫിയർ ആണ്. അപ്പൊ നമുക്കത് പൊരുത്തപ്പെടാനും കുറച്ച് ടൈം എടുക്കും. ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കുറച്ച് സ്നേഹവും കുറച്ച് സപ്പോർട്ടും തരാൻ ഒരാളുണ്ടെങ്കിൽ അതെ, അത് ഹസ്ബൻഡ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിനെ നികത്ത് ഹസ്ബൻഡിനെ പറ്റത്തുള്ളൂ, അത് വേറെ ഒരാൾക്കും പറ്റത്തില്ല. അപ്പൊ എനിക്ക് ഈ ഒരു ഇതെനിക്ക് മനസ്സിലാവും. എന്നിരുന്നാലും ഞാൻ ഇനിയുള്ള ഒരു കുട്ടികളോട് ഞാൻ പറയാം കേട്ടോ, ഇത് പക്ഷെ ഞാൻ ഞാൻ പറയുന്നത് എങ്ങനെ എടുക്കുന്നു എനിക്കറിയില്ല, പക്ഷെ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ് ഞാൻ. അപ്പൊ ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കുമ്പോ ഞാൻ നോക്കിയിരുന്നത് എനിക്ക് ഹസ്ബൻഡ് കൂടെ നിൽക്കാൻ പറ്റുമോ, ഇതാണ് ഞാൻ ആകെ നോക്കിയിരുന്ന ഒരു കാര്യം. ചോദിച്ചൊരു കാര്യം എന്നെ കൊണ്ടുപോകും എവിടെയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, അത് എനിക്ക് UK വേണമെന്നൊന്നുമില്ല. അപ്പൊ ഇവ നാടാണെങ്കിലും ശരി UK ആണെങ്കിലും എനിക്ക് ഒപ്പം ഉണ്ടാവണം. എനിക്കിങ്ങനെ മാറി മാറി താമസിക്കുന്നത് എനിക്ക് പറ്റില്ല എന്നുള്ളത് കാരണം എനിക്കറിയാം, എൻ്റെ ഒരു കാര്യം. അപ്പൊ നിങ്ങൾക്ക് ആദ്യത്തിലേ കല്യാണം കഴിക്കുമ്പോൾ നമുക്കറിയാം അവർ പ്രവാസിയാണ്, കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം. ആ ടൈമിലുണ്ടല്ലോ, പക്ഷെ നമുക്ക് തോന്നും അതൊന്നും കുഴപ്പമില്ല, ഇടയ്ക്ക് വരുമല്ലോ, വർഷത്തിലൊരിക്കൽ വരുമല്ലോ, ഇങ്ങനെയൊക്കെ എന്ന് പറയും. അങ്ങനെ വിചാരിക്കരുത്, നിങ്ങളുടെ ലൈഫാണ്. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ പറ്റുമെങ്കിൽ ഇപ്പൊ പ്രവാസികൾക്കും ജീവിക്കണം, പ്രവാസികൾക്കും കല്യാണം കഴിക്കണം, അവർക്കും ഒരു ഫാമിലി പഠിക്കുന്നവരും കാണും. ഓക്കെ, അപ്പൊ അവർക്കും ഫാമിലി ബിൽഡ് എന്ന് വെച്ചിട്ട് പ്രവാസികൾക്ക് അപ്പൊ ഇങ്ങനെ അങ്ങനല്ല. കല്യാണം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാവരുത്. അപ്പൊ നിങ്ങൾ മനസ്സുകൊണ്ട് 100% ഓക്കെ ആയിരിക്കും, എനിക്ക് ഈ വ്യക്തി എന്റെ കൂടെ ഇല്ല, വല്ലപ്പോഴും വരുമെങ്കിലും എനിക്ക് പ്രശ്നമില്ല എന്ന് ഉറപ്പുവരുത്തി. അതല്ല നിങ്ങൾ വിചാരിക്കണം ഓ കുഴപ്പമില്ല ഇനിയിപ്പോ നടക്കില്ല. ഞാൻ ഒന്ന് പറയാം, ഭയങ്കര ഡിഫിക്കൽട്ട്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടെറിബിൾ ആണ്. അപ്പൊ നിങ്ങൾ ആ മനസ്സിൽ ആ സാധനം ഉണ്ടായിരിക്കണം. ഇനി കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾ നാട്ടിലും ഹസ്ബൻഡ് ഗൾഫിലും ആണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നതാണ്. നിങ്ങൾക്ക് കുറേ കാര്യം ചിലപ്പോൾ ലൈഫിൽ മിസ്സാവും, ഇതേപോലെ ഒരുമിച്ചുള്ള കുറച്ച്. പിന്നെ അത് മാത്രമല്ല, നാട്ടിൽ വരുന്നു, ഒരു മാസം ഒരുമിച്ച്, പിന്നെ പോകുമ്പോ ആ കൊതി തീരാത്തൊരവസ്ഥ. അതൊക്കെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, കല്യാണം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് വിടില്ല, അവിടുന്നാണ് ഒരു ജീവിതം തുടങ്ങുന്നത്. ഞങ്ങൾ എത്ര ടൈം എടുത്തെന്നറിയോ നമ്മൾ പരസ്പരം. ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കി തുടങ്ങുന്നത്. കാരണം നമ്മൾ അവിടെ ഇവിടെയും ഫോൺ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരാളെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ വല്ലപ്പോഴും വല്ലപ്പോഴും കാണുന്നത്, അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് നമ്മൾ കാണാം, അതൊന്നും പറയുന്നത് നമുക്ക് ഒരാളെ ഡീപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാനേ പറ്റില്ല. നമ്മൾ ഒരാളെ കൂടെ ജീവിക്കണം. ഒരാളെ കൂടെ ജീവിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരാളെ വിശ്വാസവും വരത്തുള്ളൂ, ഒരാളെ വേർത്ത് വല്ലോ, എങ്ങനെ ഒരാളെ ഡീൽ ചെയ്യണമെന്ന് മനസ്സിലാവുള്ളൂ, ഇയാൾ എന്ത് വ്യക്തിയാണ് ഒക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. എനിക്കിപ്പോൾ അംജുക്കാണ് ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനും അംജുക്കയും ഈ റിലേഷൻഷിപ്പിന്റെ സ്റ്റാർട്ടിങ് ടൈമിൽ കുഞ്ഞി പിണക്കങ്ങള്, അടികള് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. വലിയ അടികളൊന്നും ഇല്ലെങ്കിലും ചില സമയത്ത് എനിക്കറിയില്ല അംജുക്കാടെ ചില മൂഡ് എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം, എങ്ങനെ എനിക്ക് റിയാക്ട് ചെയ്യണം, എങ്ങനെ എനിക്ക് കൺട്രോൾ ചെയ്യണം. ഇത് അതേപോലെ എന്റെ ചില മൂഡ് സ്വിങ്സ് അംജുക്കാർക്ക് അറിയില്ല, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയില്ല. അതുകൊണ്ട് കുറെ പ്രശ്നങ്ങൾ ഇങ്ങനെ വഷളായിട്ടുണ്ട്, ക്ലാഷസ് വരും. ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞാൽ എങ്ങനെ എന്നെ കൺട്രോൾ ചെയ്യുന്ന പറഞ്ഞു കൊടുത്താലോ ഇങ്ങനെ ക്ലാഷസ് വരും. അപ്പൊ ഇപ്പൊ ഞങ്ങളപ്പോ ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയപ്പോ ഇപ്പൊ സത്യം പറഞ്ഞ ഇപ്പൊ ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ, ഞാൻ അങ്ങനെ ഇന്നലെ അംജുക്കായിട്ട് പറഞ്ഞു, അംജുക്ക നമ്മൾ ഒരു മാസമായിടാ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യത്തിനെങ്കിലും ഒരു വാക്ക് അടി ഉണ്ടായിട്ട്, ഒരു തർക്കം ഉണ്ടായിട്ട്, കല്യാണത്തിന് മുമ്പ് ഞാൻ എപ്പോഴും പറയും, എടാ നമ്മൾ എന്താണ് അടി ഉണ്ടാക്കാതെ, നമ്മൾ ഇത്രയും പെർഫെക്റ്റ് കപ്പിളാണോ, കല്യാണത്തിന് ശേഷം ലെവൽ എന്തെങ്കിലുമൊക്കെ കാര്യമാണ്. പക്ഷെ ഇപ്പൊ ഒരു മാസം നമ്മളങ്ങനെ എന്തുകൊണ്ടാണെന്നറിയോ, കൂടെ ജീവിച്ചു തുടങ്ങിയപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് മനസ്സിലായി. എന്തൊക്കെ കാര്യങ്ങൾ എല്ലാവർക്കും കുറവുകളും കൂടുതലുകളും ഒക്കെ ഉണ്ടായിരിക്കും, ഒരാളും പെർഫെക്റ്റ് അല്ല. പിന്നെ നമ്മൾ പല സാഹചര്യത്തിൽ നിന്നാണ് വന്നത്, നമുക്ക് പല ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വരും, ഇതൊക്കെ വരും. അപ്പോൾ ഹസ്ബൻഡ് വൈഫ് റിലേഷൻ വരുമ്പോൾ പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടാവും, പല അടികളുണ്ടാവും, പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എപ്പോഴും ഹാപ്പിനെസ് മാത്രം നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. എന്ന് വെച്ചിട്ട് എന്നും അടി കഴിഞ്ഞാൽ അതൊരു പ്രേമോ അല്ല, അതൊരു റിലേഷൻഷിപ്പോ അല്ല. വല്ലപ്പോഴും ഉള്ളത് നല്ലൊരു ഇതാണ്, ഒരു ദാമ്പത്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വിചാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയെങ്കിൽ കുറച്ച് ജീവിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അങ്ങോട്ടും ഒക്കെ ഉള്ളത് മനസ്സിലാവും. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ
ഇപ്പോൾ ഇന്ന് ഞാനും അംജുക്കും എന്തെങ്കിലും കാരണം കൊണ്ട് അടികൂടി വിഷമിച്ചു, എന്തെങ്കിലും അടികൂടി എന്നൊക്കെ പറയാൻ പറയണം അടികൂടി എന്നൊക്കെ പറയും. അപ്പം ഞാൻ എന്താ പറയുക, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് പറയുകയാണ് ഞാൻ അംജുക്ക് ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ അംജുക്കയുടെ ഫ്രണ്ടിനെ വിളിച്ച് പറയും ഞാൻ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമായിരിക്കും. പക്ഷെ എന്തൊക്കെ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന പറഞ്ഞാലും ചില സാഹചര്യത്തിൽ നമ്മൾ ചെയ്തു പോയേക്കാം. എനിക്ക് ചിലപ്പോൾ ഞാൻ നമ്മളെ ഇടയിൽ ഇപ്പോഴല്ല കുറേ മുമ്പ്, ഇപ്പോഴല്ല കല്യാണത്തിന് മുമ്പൊക്കെ ചിലപ്പോൾ, അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലുമൊക്കെ ചേർന്നാണ് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോൾ തെറ്റായി പോയെന്ന് തോന്നുന്നു. കാരണം എന്താണെന്നറിയോ, ഞാൻ വേറൊരു ദിവസം കണ്ടിട്ടുണ്ട്, അവര് ജഡ്ജ് ചെയ്യും നമ്മള് ഒരിക്കലും നമ്മൾ ഹസ്ബൻഡ് വൈഫാണ്, നമ്മളൊരു ഹസ്ബൻഡ് വൈഫ് ആകുമ്പോൾ നമുക്കറിയാം ഒരുമിച്ച് നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ തീരും, കാര്യങ്ങളാക്കും. ഇവർക്ക് പിന്നീട് നമ്മൾ സ്നേഹിക്കുമ്പോ അതൊരു ഷോ ആയിട്ട് കാണുവെച്ച് തോന്നും. അവര് വേറെ റിലേഷൻ പോയി, ഇവര് ഇപ്പൊ അതല്ലേ അന്ന് എന്താടിയായിരുന്നു, ഇപ്പൊ അവര് ഓക്കെ ചെയ്തില്ലേ. ഹസ്ബൻഡ് വൈഫ് എന്ന് വെച്ചാൽ അതാണ്, ഹസ്ബൻഡ് വൈഫ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇന്നൊരു അടിയാണെങ്കിൽ നാളെ അവര് ഓക്കെ ആവും. ആ ഒരു റിലേഷൻഷിപ്പിന്റെ ബോണ്ട് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അവര് ഇന്ന് അടി കൂടി എന്ന് വെച്ചാൽ നാളെ അവര് സ്നേഹിക്കാതിരിക്കില്ല, അല്ലെങ്കിൽ നാളെ എക്സ്പ്രസ് ചെയ്യണ്ട എന്ന അർത്ഥം വരുന്നില്ല. അതെപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ എനിക്കിത് മനസ്സിൽ ലോങ് ഡിസ്റ്റൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഒരുമിച്ച് അപ്പൊ എപ്പോഴും മനസ്സിൽ വെക്കുക, ഒരുമിച്ച് ജീവിക്കുക, നിങ്ങൾ അതിനു വേണ്ടി കാര്യങ്ങൾ നീക്കി തുടങ്ങുക. പക്ഷെ അത് എളുപ്പമല്ല, ചിലർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാവില്ല. അപ്പൊ അത് ആക്സെപ്റ്റ് ചെയ്യാന്നേ ഉള്ളൂ. നമ്മൾ എന്തായാലും കല്യാണം കഴിച്ചു, നമ്മൾ ഹസ്ബൻഡ് ആണ് അല്ലെങ്കിൽ നമ്മുടെ വൈഫാണ്, അപ്പൊ നമുക്ക് ആ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യണം. അതിന് മുമ്പുള്ളൊരു ചോയ്സ് ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കല്യാണം കഴിക്കണേ, കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി അറിഞ്ഞിട്ട് വേണം. പിന്നെ കല്യാണത്തിന് മുമ്പ് ഓപ്പൺ ആയിട്ട് പറയണം. നിങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല, വൈഫിനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഹോപ്പ് കൊടുക്കരുത്. നിന്നെ ഞാൻ എന്തായാലും കല്യാണത്തിന് ശേഷം കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് പിന്നീട് കൊണ്ടുപോകാതിരിക്കുമ്പോൾ അതൊരു പറ്റിക്കലായിട്ട് മാറും. അത് ഉള്ളിലൊരു വെറുപ്പും ദേഷ്യവും സങ്കടമായിട്ട് മാറും. എന്നോട് അങ്ങനെയല്ലേ കല്യാണത്തിന് മുമ്പ് പറഞ്ഞത്, ഇപ്പൊ മാറിയല്ലോ. പറ്റില്ല എന്നുണ്ടെങ്കിൽ തീർത്ത് പറയണം അത് പറ്റില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ സാഹചര്യം കൊണ്ട് പെട്ടെന്ന് വന്നൊരു ഇതുമാണ് ഇങ്ങനെ ഒരു കൊണ്ടുപോകാൻ പറ്റാത്ത, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ദൈവത്തിന്റെ വിധി നമുക്ക് ഉദ്ദേശിക്കാം. കാത്തിരിപ്പിന്റെ സ്നേഹവും അതെ, കാത്തിരിപ്പിനൊരു സുഖം ഉണ്ടല്ലോ. അടുത്തത്, എന്തൊക്കെയോ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു എന്ന് കല്യാണത്തിന് ശേഷമാണ് തിരിച്ചറിഞ്ഞത്. അവിടെ ചെന്നപ്പോഴെല്ലാം ഡിഫറെന്റ് ആണെന്ന് തിരിച്ചറിഞ്ഞത്. എന്റെ വീട് അധികം ആളുകൾ ഇല്ലാത്ത സ്ഥലം, നന്നായി കോമ്പൗണ്ട് ഉള്ള സ്ഥലം. ഹസ്ബൻഡിന്റെ വീട് സൂചി കുത്താൻ ഇടമില്ലാത്ത വീടുകൾ. വല്ലാതെ ബുദ്ധിമുട്ടുന്നു. പാരന്റ്സ് ഒക്കെ എന്റെ പാരന്റ്സ് പോലെയാണെന്ന് വിചാരിച്ചു. ഇപ്പൊ തോന്നുന്നു കൂട്ടുകുടുംബത്തിൽ പോകണ്ടായിരുന്നു എന്ന്. ഇത് കുറേ പേർക്കുള്ളൊരു പ്രശ്നമാണ്. കുറേ പേര് പറയും ഓ കുടുംബത്തിൽ ജനിച്ചാൽ മതിയായിരുന്നു എന്നുള്ളത്. ഞാൻ പറയും എനിക്കൊരു കൂട്ടുകുടുംബത്തിൽ എപ്പോഴും പറയും. അംജുക്ക് കല്യാണത്തിന് മുമ്പ് പറഞ്ഞാൽ എനിക്ക് കുറേ ഇങ്ങനെ ആൾക്കാരൊക്കെ ഉള്ളൊരു വീട്ടിൽ പോകണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം എന്നൊക്കെ എനിക്ക് പറയാം. എനിക്കാണെങ്കിൽ അധികം ആൾക്കാരൊന്നുമില്ല, ഒരു കുഞ്ഞൊരു ഇതിൽ പോകണം. കാരണം ഞാൻ ഉപ്പ ഉമ്മ എന്നുള്ളൊരു ലോകത്ത്. അപ്പൊ എനിക്ക് ഇങ്ങനെ കുറെ ആൾക്കാരും പോകുമ്പോൾ എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ജനിച്ചു വളർന്നൊക്കെ എന്റെ തറവാട്ടിലാണ്. അപ്പൊ ഞാൻ വല്യപ്പ വല്യമ്മ മാമ മാമി ഉപ്പ എല്ലാവരും ഉള്ള ഞങ്ങളെ തറവാട്ടിലാണ് ഞാൻ വളർന്നത്. എനിക്കതും ഇഷ്ടമാണ്. എനിക്ക് അവരെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉള്ളൊരു ചിന്ത എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലത്തെ ഒരു ചിന്തയാട്ടോ അത്. എത്രയോ ഇനി ഇങ്ങനെ കുറേ ആൾക്കാർ എന്നീ സ്നേഹമൊന്നുമില്ല നിൽക്കുമോ, കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ, അടി ഉണ്ടാവും, അങ്ങനെയൊക്കെ എനിക്ക് ഉള്ളിലൊരു സാധനം വരുന്നത്. പിന്നെ വേറൊരു ഫാമിലിക്ക് പോയാൽ എങ്ങനെ അവിടെ നിന്ന് അപ്പം എനിക്ക് ഇങ്ങനെ കുറച്ച് ആൾക്കാരുള്ള ഫാമിലി വെച്ച് ഞാൻ പോയത് ഇവർ 3 പേരും എല്ലാവരും ഒരുമിച്ചുള്ള ഇതിലാണ്. പക്ഷെ ഇപ്പം നമ്മൾ മാറി ജീവിക്കണം. അപ്പം ഇതെന്ന് പറയുന്നത് എന്താ പറയുക, ചില വീടുകളിൽ ഭയങ്കര സഫക്കേഷൻ ആയിരിക്കും, നമുക്കൊരു ഫ്രീഡം അല്ലാത്ത പോലെ തോന്നും. ഒരുപാട് ആൾക്കാരും കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്കിത് വായിച്ചപ്പോ എനിക്ക് അതാ മനസ്സിലായത്. കുറെ ഹസ്ബൻഡിനായിട്ട് ചിലപ്പോ ഒരു പ്രൈവസി ഉണ്ടായിരിക്കില്ല, കുറെ പേര് ചിലപ്പോ അഭിപ്രായങ്ങൾ പറയാനുണ്ടായിരിക്കും. ഹസ്ബൻഡിന്റെ അടുത്ത് തുറന്നു പറയണം, നിങ്ങൾക്ക് ഒരു കംഫർട്ടബിലിറ്റി, നിങ്ങളാണ് ജീവിക്കുന്നത് ഒരുമിച്ചത്. ഞാൻ ഒരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ ഈ പറയണതിന്റെ അർത്ഥം അച്ഛനെ അമ്മനെ ഒറ്റക്കാക്കി നിങ്ങൾ മാറണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങളാണ് ഒരുമിച്ച് ജീവിക്കേണ്ടത്, ഹസ്ബൻഡ് വൈഫ്. അപ്പം നിങ്ങൾ രണ്ടുപേരെയും ഒരു കംഫർട്ടബിലിറ്റി നിങ്ങൾ നോക്കണം. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ വൈഫ് പറയുകയാണ് ഒരു വീടെടുത്ത് നമുക്ക് മാറി താമസിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹസ്ബൻഡ് കൺസിഡർ ചെയ്തേ പറ്റൂന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ആ ഒരു വൈഫിന് മാത്രം ചിലപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നുണ്ടാവുള്ളൂ. നമ്മൾക്കൊരു ഹാപ്പി വൈഫ് ഉണ്ടെങ്കിലേ ഒരു ഹാപ്പി ഫാമിലി ഉണ്ടാവുള്ളൂ. അതേപോലെ ഒരു ഹാപ്പി ഹസ്ബൻഡ് ആണെങ്കിൽ മാത്രമേ ഒരു ഹാപ്പി ഫാമിലി ഉണ്ടായിരിക്കുള്ളൂ. ഇതാണ് ഒരു ചെറിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷെ എന്ന് വെച്ചിട്ട് ഉപ്പാടിയും ഉമ്മാടിയും കാര്യങ്ങൾ നോക്കിയിരുന്നല്ല, അവർക്ക് എന്താവശ്യം വന്നാൽ നമ്മൾ ഓടി ചെല്ലണം, അവരെ കൂടെ ഉണ്ടായിരിക്കണം എന്തായാലും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ലോകം, നിങ്ങളുടേതായിട്ടുള്ള ഒരു ലോകം ബിൽഡ് ചെയ്യണം. കാരണം നിങ്ങൾക്കൊരു ചിറകുകളുണ്ട്, നിങ്ങൾക്കൊരു
പറക്കാൻ നിങ്ങൾക്കും ഒരു അവസരം ഉണ്ടായിരിക്കണം. സ്റ്റാർട്ടിങ് നിങ്ങളാണ് അതിന്റെ ബേസ് സെറ്റ് ആക്കുന്നത്. കാരണം ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ നമുക്ക് എന്ന് പറയുമ്പോ ഒന്ന് എന്താ പറയാ ഓടി കളിക്കണം, ഇപ്പൊ വീട്ടില് ഒളിച്ച് നമുക്ക് നമ്മുടെ ഹസ്ബൻഡ് വൈഫിന് കുറച്ച് നമ്മളുടേതായിട്ടുള്ള കുറച്ച് കുട്ടിക്കളികൾ ഉണ്ടായിരിക്കും അല്ലെ, എന്ത് പറഞ്ഞാൽ കുറച്ച് കുട്ടിക്കളികൾ ഉണ്ടായിരിക്കും. കല്യാണം കഴിഞ്ഞാലാവും ചിലപ്പോൾ നമ്മുടെ ഉള്ളിലെ കുട്ടി കൊണ്ടുവരാം. അപ്പൊ ഇതൊക്കെ ഒരു കൂട്ടുകുടുംബത്തിലാണെങ്കിൽ ഇതൊന്നും നടന്നു വരത്തില്ല. പിന്നെ നമുക്ക് തോന്നിയ പോലെ ചിലപ്പോൾ ഉറങ്ങി എഴുതുന്നു, ചിലപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടാവും ഒന്ന് നേരം വൈകിട്ട് എഴുന്നേറ്റാൽ മതി, ചില ദിവസങ്ങളിൽ തോന്നും. പക്ഷെ ഈ ഒരു കൂട്ടുകുടുംബാണെങ്കിൽ ചിലപ്പോൾ അതിന് പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ നിങ്ങൾ ഹസ്ബൻഡുമായിട്ട് സംസാരിക്കാം, എന്നാലേ തിരിച്ചറിയുള്ളൂ. അപ്പൊ ഹസ്ബൻഡിനോട് സംസാരിച്ചാൽ ഹസ്ബൻഡും അതൊന്ന് കൺസിഡർ ചെയ്യുക. അപ്പൊ ആ സമയത്ത് നിനക്ക് എന്താ അങ്ങനെ ഇങ്ങനെയെന്നൊന്നും ചോദിക്കാണ്ട് അതൊന്ന് കൺസിഡർ ചെയ്യുക. അടുത്തത്, there is a lot of overthinking about the wedding. Will the love show now be after the wedding? How will his family will be after the wedding? The husband will give priority to whom? Will everyone will like me? ഇതെല്ലാവരും എല്ലാവർക്കും എനിക്കും ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഞാൻ കല്യാണത്തിന് മുമ്പ് തൊട്ടിട്ട് എനിക്ക് വരുന്ന കമന്റ്സും കാര്യങ്ങളൊക്കെ മുഖത്തോട് മുഖത്ത് ആരും പറഞ്ഞില്ലെങ്കിലും വരുന്ന കമന്റ്സ് ആണ്. ഇതൊക്കെ മാറും, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറും, ഒരു സമയം കഴിഞ്ഞാൽ മാറും, 6 മാസം കഴിഞ്ഞോട്ടെ, ഒരു കുട്ടി ആയിക്കോട്ടെ, 1 വർഷം കഴിഞ്ഞോട്ടെ, 5 വർഷം കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞിട്ട് ഒരു 5 വർഷം കഴിഞ്ഞിട്ടും ഇങ്ങനെ തന്നെ നിങ്ങൾ ഈ സ്നേഹം കാണണമെങ്കിൽ അപ്പൊ നോക്കാം എന്നൊക്കെ പറയുമ്പോൾ നമുക്കുള്ളിലൊരു ടെൻഷൻ വരും, ഇൻസെക്യൂരിറ്റി. അയ്യോ ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആവോ, ഇതാവോ ഇതെന്നുള്ളത്. പിന്നെ ഫാമിലി എങ്ങനെ ആയിരിക്കും, അവരെ സ്നേഹിക്കോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മമ്മാസ് ബോയ് എന്നുള്ള പറഞ്ഞ പോലെയാണ് ആർക്കും ഭർത്താവ് പ്രയോറിറ്റി കൊടുക്കും. ഇതും എല്ലാ പെൺകുട്ടികൾക്കും ഉള്ളിൽ ഉണ്ടാവുന്ന ടെൻഷനാന്ന് തോന്നുന്നത്. പക്ഷെ എനിക്ക് ആ ഒരു ടെൻഷൻ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെടും, ഇത് എനിക്കുണ്ടായിരുന്നു ടെൻഷൻ, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ അധികം ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിങ്ങളോട് ഒരാൾ പറയാണ് ഇത് ഈ 5 വർഷം കഴിഞ്ഞാൽ മാറും, കുട്ടി കഴിഞ്ഞാൽ മാറുന്നത്, അത് അവരുടെ അനുഭവമാണ്. അവരുടെ അനുഭവമാണ്. അവർക്ക് ചിലപ്പോ അങ്ങനെ ആയിരിക്കും എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഇതൊരു വിധിയാണ്, സത്യം പറയാലോ. ഇത് നമുക്ക് ദൈവം വിധിക്കുന്ന പലതും മാറ്റും. ചിലപ്പോ ഇപ്പൊ ഇഷ്ടമല്ലെങ്കിൽ ചിലപ്പോ പിന്നീട് ഇഷ്ടം വരും. പിന്നെ ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത് നമ്മുടെ വിധി പോലെ ഇരിക്കും, അവരുടെ വിധി ആയിരിക്കില്ല ഒരിക്കലും നമ്മളെ വിധി എന്ന് പറയുന്നത്. അപ്പൊ അത് ആലോചിച്ച് ടെൻഷൻ ആവണ്ട, വരുന്നോടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ മതി. കൂടുതൽ ടെൻഷനൊന്നും വേണ്ട. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കല്യാണത്തിന് ശേഷം ആദ്യം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എപ്പോഴും ഒരേപോലെ പോവാ. ആദ്യം ഈ ഹണിമൂൺ ഫേസിൽ ഒരുപാട് സ്നേഹിച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ആ സ്നേഹിങ്ങനെ കുറച്ച് കൊടുന്നു കഴിഞ്ഞാൽ ആ സ്പാർക്ക് അവിടെ നശിക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്നില്ല, അതേപോലെ രണ്ടുപേരും മത്സരിച്ച് മരണപ്പെട്ട സ്നേഹിക്കുക, ഫുൾ പവറിൽ. അതിപ്പോ കുട്ടിയായാലും ശരി, വേറെ ഒന്നും നമുക്ക് ലോകമില്ല എന്നുള്ള പോലെ സ്നേഹിക്കാം. ഇതാണ് നമ്മുടെ ലോകം എന്ന് പറയുന്നത്. വെച്ചിട്ട് വേറെ ലോകം പാടില്ല എന്നല്ല, പക്ഷെ നമ്മുടെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ അവസാനം ഇവിടെയാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്നേഹം എപ്പോഴും ഉണ്ടായിരിക്കും. അതെ. ഇതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, വിൽ എവ്രി വൺ ലൈക്ക് മീ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടട്ടെ, ഇഷ്ടപ്പെടാത്തവരെ ഇഷ്ടപ്പെടണ്ട. നിങ്ങൾ ആദ്യം ഇഷ്ടപ്പെടാം. അമ്മക്ക് പറഞ്ഞാൽ ശരിയാണ്. നമ്മളെല്ലാവരും നമ്മളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. എന്നെ എത്രയോ പേർക്ക് വെറുപ്പ്, എന്നെ എത്രയോ പേർക്ക് ഇഷ്ടമില്ല. അത് അവരുടെ ഒരു കാര്യം. അവർക്ക് എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ചിലപ്പോൾ നമ്മളോട് ദേഷ്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇഷ്ടക്കേട് ഉണ്ടായിരിക്കും. അതെ, അപ്പൊ അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുക. ഇഷ്ടപ്പെടിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പെടരുത്, ഇംപ്രസ് ചെയ്യാൻ വേണ്ടി. ചിലവര് ഞാൻ കണ്ടിട്ടുണ്ട് രാവിലെ നമ്മളുടെ അല്ലാണ്ട് ഓവർ എക്സ്പെക്ടേഷൻ അവർക്ക് എടുത്തു കൊടുക്കും. നമ്മൾ കല്യാണം കഴിഞ്ഞ് രാവിലെ 5 മണിക്ക് എഴുന്നേക്കുന്നു, കുളിക്കുന്നു, അടുക്കളയിൽ കയറുന്നു, അടിച്ചു വാരുന്നു. ഇതൊക്കെ പറയുമ്പോ ഓവർ എക്സ്പെക്ടേഷൻ നമ്മൾ അങ്ങോട്ട് കൊടുക്കുവാണ്. അതപ്പോ നിങ്ങൾ ജീവിതകാലം മുഴുവൻ അങ്ങനെ ആക്കുമ്പോൾ നിങ്ങൾക്ക് മടുക്കും ഈ കാര്യം. കാരണം നമ്മൾ ഫേക്ക് ചെയ്യുവാണല്ലോ. അപ്പോൾ നിങ്ങളായിട്ടിരിക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അവിടെ ഒരു ഇത് വരും, നീ ഇങ്ങനെയൊക്കെ ആയിരുന്നു, നീ പെട്ടെന്ന് മാറി, നീ ചേഞ്ച് ആയി. നല്ല പിള്ള ചമയേണ്ട ഒരു ആവശ്യമില്ല. നമ്മളെങ്ങനെ ആരും നല്ലതല്ല, നമ്മൾ ആരും അത്ര നല്ലതോ പെർഫെക്റ്റോ ഒന്നും ക്ലീൻ ഇമേജ് ഉള്ളതൊന്നല്ല. ഞാൻ ക്ലീൻ ആണേ എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ആക്കിയാൽ മതി. അപ്പൊ ആ ഒരു കാര്യം മനസ്സിൽ വെക്കട്ടോ. ഇഷ്ടം പിടിച്ചു പറ്റാനേ നോക്കണ്ട. ഇഷ്ടപ്പെടുന്നവർ പെടട്ടെ, അല്ലാത്തവർ വേണ്ട, അത്രേ ഉള്ളൂ. എക്സ്പെക്ടേഷൻസ് ഒരുപാട് ഇല്ലായിരുന്നു. ബിക്കോസ് ഒരുപാട് അയാൾ കിട്ടിയില്ലെങ്കിൽ വിഷമമാകും. ഇപ്പോൾ 7 years കഴിഞ്ഞു മാരേജ് കഴിഞ്ഞിട്ട്. ഹസ്ബൻഡ് ഓക്കെയാണ്, ബട്ട് ഹസ്ബൻഡ് ഫാമിലി പക്ക ബാക്ക്വേർഡ് ആണ്. സോ അഡ്ജസ്റ്റ്മെന്റ് ലൈൻ ആണ്. ഫാമിലി സ്റ്റേബിൾ ആയതുകൊണ്ട് പോകാനുള്ള അഡ്ജസ്റ്റ്മെന്റ്. കൂടെ എൻ്റെ കരിയറും ഉണ്ട് കേട്ടോ. സോ ഹാപ്പി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക്
അഡ്ജസ്റ്റ്മെന്റ് വേണം എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് അഡ്ജസ്റ്റ്മെന്റ് വേണം. അതിപ്പോ എന്താണെങ്കിലും ഇതിലിപ്പോ ഫാമിലി ഇതാണ്, അതല്ല നമ്മളുടെ ഇടയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കും, കാര്യങ്ങളുണ്ടായിരിക്കും. അത് 7 years അങ്ങനെ പോയില്ലേ, അത് തന്നെ വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് മനസ്സിലാക്കി നമുക്ക് ഒരിക്കലും ആ പാരന്റ്സിനെ മാറ്റാൻ പറ്റാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമില്ല. കാരണം അവർ അങ്ങനെയാണ് ജീവിച്ചു വളർന്നത്, അവരുടെ ഒരു വിശ്വാസങ്ങളും അതെ വിശ്വസിച്ച് വളർന്നവരാ. അപ്പൊ നമ്മളൊക്കെ അവരെ മാറ്റാൻ വെച്ച് പറയില്ല. പക്ഷെ നമുക്ക് ഹസ്ബൻഡ് തന്നെ സപ്പോർട്ടിനുണ്ടല്ലോ, ഹസ്ബൻഡ് ഓക്കെ ആണല്ലോ, അത് തന്നെ വലിയ കാര്യം എന്ന് വെച്ച് നടക്കാം. നിങ്ങളുടെ ഹാപ്പിനെസ് കണ്ടെത്താം. ഫാമിലി ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി നമ്മുടെ ഡിസിഷൻ എടുക്കാതിരിക്കാൻ നോക്കാം. ഓക്കെ, നമ്മുടെ ഡിസിഷൻ ഹസ്ബൻഡ് വൈഫ് എടുക്കാന്നല്ലാണ്ട് അതിലേക്ക് കൊണ്ടുവരാണ്ടിരിക്കുക. ബാക്കി അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാം, നമുക്ക് അധികം ഇതില്ലാത്തത്. ഞാൻ പറഞ്ഞത് സഫർ ചെയ്യണതോ അല്ലെങ്കിൽ അവരെ എന്ത് കുത്തുവാക്ക് അതൊന്നും പറഞ്ഞ ഒരിക്കലും അത് സഹിച്ച് അത് അടി ഇടി പിടി കുത്തുവാക്ക് ഒരിക്കലും സഹിച്ചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതിനുള്ള ആക്ഷൻ എന്താന്ന് വെച്ചെടുക്കുക. ഞാൻ ആദ്യമല്ല ഞാൻ പറയുന്നത്, ചെറിയ കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ ഈ പഴയ ആൾക്കാരുടെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ, ചിട്ടകളും കാര്യങ്ങളും നമ്മൾക്ക് പറ്റുന്നത് ചെയ്യാം, അല്ലാതെ കണ്ടില്ല എന്ന് വെക്കാം. അടുത്തത്, നമുക്ക് വേണ്ടി ടൈം കണ്ടെത്തുന്ന ഒരാൾ, അപ്പോൾ അവിടെ സ്നേഹവും സന്തോഷവും റെസ്പെക്ട് ഒക്കെ തനിയെ ഉണ്ടാവും. സത്യമാണ്, ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അവരുടെ ടൈമാണ്. ക്വാളിറ്റി ടൈം വേണമെങ്കിൽ എന്ന് പറയാം. ക്വാളിറ്റി ടൈം കൊടുക്കണം. ഒരു റിലേഷൻഷിപ്പില് പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് ഒരു ടൈം മാറ്റി വെച്ചേ പറ്റൂ. അത് എന്തിനാണെങ്കിലും. ഞാൻ അംജുവിനോട് പറയണം, അംജു എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ആ ടൈം എനിക്ക് തരണം, എല്ലാം മാറ്റി വെച്ചങ്ങ് ഇരിക്കുക. ടൈം തരണം. കാരണം എന്നാലേ ആ റിലേഷൻഷിപ്പ് അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെ, അപ്പോൾ അത് ഉണ്ടായിരിക്കണം, ടൈം വേണം. അല്ല അയ്യോ എനിക്ക് സമയമില്ല, എന്തിനും തിരക്ക്, അത്രയും 24 മണിക്കൂർ തിരക്കുള്ള ഒരാളില്ല. തിരക്കുള്ള ആൾക്കാരുണ്ടായിരിക്കും, പക്ഷെ ടൈം കൊടുക്കണം. സംസാരിക്കണമെങ്കിൽ സംസാരിക്കണം. ഒന്ന് ഇടയ്ക്ക് അത് പറഞ്ഞത് വളരെ ഒരു കാര്യമുള്ള ഒരു കാര്യമാണ്, ടൈം വേണം എന്നുള്ളത്. എക്സ്പെക്ടേഷൻ, ലവ്, കെയർ എപ്പോഴും കൂടെ ഉണ്ടാവണം. ട്രിപ്പ്, വെറൈറ്റി ഫുഡ് കഴിക്കണം, എപ്പോഴും ഹാപ്പി ആയിരിക്കണം. റിയാലിറ്റി ഹസ്ബൻഡ് ഭയങ്കര കെയർ ലവ് ഒക്കെ ഉണ്ട്, ബട്ട് ഗൾഫിലാണ്. എക്സ്പെക്ടേഷൻ പോലെ അല്ല റിയാലിറ്റി. എന്നും ഓരോ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളാണ്. ഇപ്പോൾ ഞാൻ എൻജോയ് ചെയ്യേണ്ട ഏജ് ആയിട്ടുള്ള 23 ഏജ്. എനിക്ക് 2 ബേബീസ് ഉണ്ട്. എന്റെ പ്രായത്തിലുള്ള ആൾക്കാരെ കാണുമ്പോൾ കൊതിയാവും. ലോങ് ഡിസ്റ്റൻസ് വന്നിട്ട് അവർക്ക് അവരുടെ മാരീഡ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല, വീട്ടിൽ തന്നെ അടഞ്ഞു പോകുന്ന ആ ഒരു സാധനം, അത് കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും വിഷമാവുന്ന ഒരു കാര്യം. പക്ഷെ ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഉള്ള ലൈഫ് നമ്മൾ ഹാപ്പി ആയിട്ട് കാണാന്നുള്ളൂ. കാരണം 2 ബേബീസ് അതൊരു വലിയ കാര്യം. എത്രയോ പേർക്ക് ബേബീസ് ഇല്ലാതിരിക്കുന്നു. അപ്പൊ അത് കാണുമ്പോൾ ഒരു ബ്ലെസ്സിങ് ആണ്, ഒരു ബ്ലെസ്സിങ് ആയിട്ട് കാണാം. നമുക്ക് അറ്റ്ലീസ്റ്റ് ഹസ്ബൻഡ് നല്ല ലവും റൊമാൻറ്റിക്കല് ആളുടെ പക്ഷെ ആളുടെ ഒരു സാഹചര്യം ഇതായി പോയില്ല. ഇപ്പൊ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എനിക്ക് പറയാനുള്ളത് പാരന്റ്സിനോടാണ്. പാരന്റ്സിനോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സിൽ തന്നെ ഈ പാരന്റ്സ് പറയും, നീ പുറത്ത് പോകണ്ട, നീ ഫ്രണ്ട്സിന്റെ കൂടെ പോകണ്ട, നീ കറങ്ങാൻ പോകണ്ട, നീ ഹോട്ടലിൽ പോകണ്ട, നീ കല്യാണം കഴിഞ്ഞിട്ട് എന്തോ ആവോ, നിന്റെ കെട്ടിയോന്റെ കൂടെ കറങ്ങാൻ പൊക്കോ, കെട്ടിയോന്റെ കൂടെ ഇത് പൊക്കോ, കെട്ടിയോന്റെ കൂടെ അതാക്കിക്കോ, ജീൻസ് ഇട്ടോ, ഈവൻ ജീൻസ് പോലും കെട്ടിയോന്റെ കൂടെ ജീൻസ് ഇട്ടോ. അതെന്താ? അപ്പൊ ഇവർക്ക് ഓൾറെഡി പ്രശ്നമില്ല, അതുകൊണ്ടാണല്ലോ കെട്ടിയോന്റെ കൂടെ ആയിക്കോ എന്ന് പറയുന്നത്. സൊസൈറ്റിനെ മേടിച്ചിട്ടായിരിക്കും ചിലപ്പോ. അതുകൊണ്ടാണ് കെട്ടിയോനായി കഴിഞ്ഞാൽ പ്രശ്നമല്ലോ. ഒരിക്കലും ചെയ്യരുത് കേട്ടോ. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ലൈഫ് എന്നുള്ളത് അവരുടെ വിധിയും അവരുടെ ഭാഗ്യം പോലെ ഇരിക്കും. അവരുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ കല്യാണത്തിന് മുമ്പേ ഇതൊക്കെയാണെങ്കിൽ അത് ചെറിയൊരു സ്ഥലത്ത് അത് പറ്റുന്നത് നിങ്ങൾ അന്വേഷിക്കേണ്ട, കയറൂരി വിട അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നതല്ല. നിങ്ങളുടെ കരുതൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ വിളിച്ചു നോക്കണം, എവിടെയാണെന്ന് അറിയണം, തിരക്കണം, അവർ എന്താണ് കറക്റ്റ് ചെയ്യണേന്നൊക്കെ അറിയണം. പക്ഷെ ഒരിക്കലും കല്യാണം കഴിഞ്ഞിട്ട് അയക്കോ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം എത്രയോ പേര് ഇതേപോലെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് കൊതികൾ ഉണ്ടായിരിക്കും, എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു വീട്ടിലിങ്ങനെ, ഒരുപാട് കൊതികൾ ഉണ്ടായിരിക്കും, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. ഇത് വരാതിരിക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ, അവിടെയാണ് പ്രശ്നം വരുന്നത്. കാരണം ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ചിട്ട് കല്യാണം കഴിഞ്ഞിട്ടും ഇല്ല എന്ന് പറയുമ്പോൾ ഒരു മടുത്തൊരവസ്ഥ വരും, ആ ഒരു സാധനം വരും. അത് നിങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത്. കല്യാണത്തിന് മുമ്പേ നിങ്ങൾക്ക് എന്താ പറ്റത്തില്ല, നിങ്ങളെ സ്വന്തം മോളല്ലേ, അപ്പൊ അല്ലെങ്കിൽ മോനല്ലേ. ഇപ്പൊ ഞാൻ മോളുടെ കാര്യത്തിന് തന്നെ മോളുടെ അത്തായമ്മയെ റെസ്പെക്ട് ചെയ്യുന്നു. കാരണം മോള് പോയ സോളോ ട്രിപ്പ്, മോള് മണാലി പോയ സ്നോയുടെ കാര്യമൊക്കെ പറയുമ്പോൾ ഞാൻ സോളോ ട്രിപ്സ് പോയിട്ടുണ്ട് കല്യാണത്തിന് മുമ്പ്. ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാം എനിക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻസ് വെച്ചിരുന്നു. പക്ഷെ എന്റെ ഉമ്മ ഉപ്പ എപ്പോഴും വിളിക്കും, 24 മണിക്കൂർ വിളിക്കും, എവിടെയാണ് അതാണ് ഇതാണ് ഒക്കെ തിരക്കും. പക്ഷെ എനിക്ക് റെസ്ട്രിക്ഷൻ വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കല്യാണത്തിന് ശേഷം അംജുക്കാരൻ എനിക്ക് അങ്ങനെ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. അല്ലെങ്കിൽ ഇത് വേണം ഇതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്നോട് മോൾക്ക് ഇതൊന്നും വേണ്ട, എനിക്ക് അങ്ങനെ ഒരു സാധനം എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒന്നും ഇല്ലാതെ നമുക്കൊരു എക്സ്പെക്ടേഷൻ വരും. കാരണം അപ്പോഴെങ്കിലും ഒന്ന് കിട്ടാന്ന് വെച്ചുമ്പോ നമുക്കൊന്നും ഇല്ലാത്തൊരവസ്ഥ വരും. അതാക്കി കൊടുക്കരുത്.
കല്യാണത്തിന് ശേഷം ഭർത്താവ് കൊണ്ടേക്ക് പോയിക്കോട്ടെ, അതിന് മുമ്പ് നിങ്ങൾക്ക് പറ്റിയെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോഴത്തെ ഒരു കാര്യം ഏത് ലാസ്റ്റ് ആണ്, ഇപ്പൊ നമ്മൾ ഏകദേശം എല്ലാ പോയിന്റ്സും ഇങ്ങനെ കവർ ചെയ്ത് കാരണം കുറേ വന്നിട്ടുണ്ടായിരുന്നു ഇഷ്ടംപോലെ. എനിക്ക് ഉമ്മയും ഉപ്പയും ഇല്ലാത്തതുകൊണ്ട് എല്ലാം മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണർ വേണമെന്നുണ്ടായിരുന്നു. മാരേജിന് മുമ്പ് പ്രേമിക്കാൻ പേടിയായിരുന്നു. ലവ് ആഫ്റ്റർ നിക്കാഹാണ് നല്ലതെന്ന് തോന്നി. ഡ്രിങ്ക്സ് കഴിക്കാത്ത ഒരാൾ വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർ മാരേജ് വേറെ ഗേൾസ് ആയിട്ട് സെക്സ് ചെയ്യരുത് എന്നും ഉണ്ടായിരുന്നു. നല്ല വാപ്പയും ഉമ്മയും വേണമെന്നുണ്ടായി. ബട്ട് എന്റെ മാരേജ് അട്ടേർലി ഫ്ലോപ്പ് ആയി പോയി. എന്ത് ചെയ്യാൻ, 2 കിഡ്സ് ഉണ്ട്. വേറെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ചില കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ പറയില്ല. ചില കാര്യങ്ങൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് എന്തും തോന്നിവാസം അഡ്ജസ്റ്റ് ചെയ്യാന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വേറെ പെണ്ണിനോട് സെക്സ് ചാറ്റ് ചെയ്യുക, കല്യാണം കഴിഞ്ഞിട്ടും അങ്ങനത്തെ ഒക്കെ ഒരു ഇതാണെങ്കിൽ ഞാൻ ഒരിക്കലും പുറത്തു കൊടുക്കില്ല. ചില കാര്യങ്ങൾ ഒരിക്കലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാത്ത കാര്യങ്ങളുണ്ട്, പുറത്തു കൊടുക്കാത്ത കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഇത് കല്യാണം കഴിഞ്ഞിട്ടുള്ള പരിപാടി സാധനങ്ങൾ, കല്യാണം കഴിഞ്ഞിട്ടുള്ള ഇങ്ങനെ കുലിസിത ഏർപ്പാടുകളും കാര്യങ്ങളൊക്കെ. ഇപ്പൊ 2 കിഡ്സ് ആയി എന്ന് വെച്ചിട്ട് അവിടെ ജീവിതം തീർന്നിട്ടില്ല. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ ലൈഫാണ്, ഇത് ഡിസിഷൻ എടുക്കണം, നിങ്ങൾ വേണ്ടാതാക്കണം എന്ന് ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഇഷ്ടമല്ല എന്ന് തന്നെ മുഖത്ത് നോക്കി തുറന്നു പറയണം. എല്ലാം സഹിച്ച് കാര്യങ്ങളൊന്നും ഞാൻ പറയത്തില്ല, ഒരിക്കലും ഞാൻ പറയില്ല. എനിക്കിത് അയച്ചപ്പോൾ എനിക്ക് ഭയങ്കര കാരണം എനിക്ക് മനസ്സിലാവും. എനിക്കും ഒരു ഞാൻ എപ്പോഴും അംജുക്ക എന്താ മോളെ എന്ന് വിളിക്കണ വയ്ക്കുമ്പോൾ എനിക്ക് ഇപ്പൊ ഒരു നല്ലൊരു ഉപ്പാണ്. പക്ഷെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇങ്ങനെ ഉപ്പാടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ആഗ്രഹിച്ചൊരു കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതും എനിക്ക് അംജുക്ക അങ്ങനെ പറയുന്നൊരു ഇതാണ്. ഇതെനിക്ക് കേട്ടപ്പോൾ പക്ഷേ ഞാൻ ഒരു കാര്യം പറയാനുള്ളത്, ഞാനിത് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് ലാസ്റ്റ് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവണം ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം എന്നല്ല. നിങ്ങൾക്ക് നിങ്ങളെ എന്താ പറയുക സെൽഫ് റെസ്പെക്റ്റിനെ അല്ലെങ്കിൽ നിങ്ങളെ മെന്റലി നിങ്ങളെ ഫിസിക്കലി തകർക്കുവാണെങ്കിൽ അല്ലെങ്കിൽ വേദനിപ്പിക്കുക പറഞ്ഞാൽ ഒരിക്കലും അവിടെ അഡ്ജസ്റ്റ് ചെയ്യരുത്. അവിടെ ഒരിക്കലും അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല. അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മരണം വരെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ അവിടെ തകരാൻ പോകുന്ന നിങ്ങളുടെ ലൈഫും ആഗ്രഹങ്ങളാണ്. അവിടെ നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത് അത് ചെയ്യുക. നിങ്ങളെ പാരന്റ്സിനോട് സംസാരിക്കുക. എന്താണോ അതിന്റെ മെഷേഴ്സ് എടുക്കണമെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക. മൂളയിലെ നുള്ളിക്കളയാൻ നിങ്ങൾ നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫാണ് ഇമ്പോർട്ടൻറ്റ്. എന്തൊക്കെ വന്നാലും നമ്മുടെ ലൈഫാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ലൈഫ് ഹാപ്പിനെസ് ആണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ. എല്ലാ മനുഷ്യന്മാരും പെർഫെക്റ്റ് ആയിരിക്കില്ല എന്നുള്ളൊരു വരണം. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. കുഞ്ഞു അടികൾ ഉണ്ടായിരിക്കും. കുഞ്ഞു വാക്ക് തർക്കങ്ങൾ ഉണ്ടായിരിക്കും. അതൊക്കെ വരുമ്പോൾ ചിലതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് വായെന്ന് വരുന്ന കുറച്ച് വാക്കുകൾ ഉണ്ടായിരിക്കും. മനസ്സിൽ പോലും വിചാരിക്കാണ്ട് ആ ദേഷ്യത്തിന്റെ പുറത്ത് നമ്മളാണെങ്കിൽ പറയും. അപ്പൊ അതൊക്കെ ചിലപ്പോൾ ക്ഷമിച്ചു കൊടുക്കും. ചില കാര്യങ്ങൾ ക്ഷമിച്ചു കൊടുക്കേണ്ടത് വരും. ഒത്തിരി ഇതുകളൊക്കെ. പിന്നെ ഒരിക്കലും നമ്മുടെ ഫ്രണ്ട്സിനെ വേറൊരു ലൈഫ് വെച്ച് കമ്പയർ ചെയ്യാതിരിക്കുക. സോഷ്യൽ മീഡിയ ഒരുപാട് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് തരുന്നുണ്ടെന്ന് എനിക്കറിയാം. ഈവൻ ഇപ്പം ഞാനിടുന്ന റീൽസിന്റെ കമന്റ്സിൽ പോലും വരുന്നത് നിങ്ങൾ കാരണം കൊണ്ട് എത്രയോ പേരെ ജീവിതം തകരും. നമ്മൾ ഒരിക്കലും വേറെ ആൾക്കാരുടെ ജീവിതം തകരുന്ന വെച്ചിട്ടല്ല, നമ്മുടെ ഹാപ്പി മൊമെന്റ്സ് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ. എന്ന് വെച്ചിട്ട് അതിന്റെ പുറമിൽ ഞങ്ങൾ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞ കുറേ രാത്രികൾ ഉണ്ടായിട്ടുണ്ട്. പൊട്ടിത്തെറിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്നതായിട്ടുള്ളത് അങ്ങനത്തെ കുറെ ദിവസങ്ങൾ എല്ലാ ഭാര്യയും ഭർത്താക്കന്മാരെ പോലെ. പക്ഷെ പക്ഷെ അതൊന്നും ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്നിടത്തില്ല. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാളൊരു ദിവസം സോൾവ് ആവും. പിന്നെ അത് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണ്. ഈ സോഷ്യൽ മീഡിയ എന്നുള്ളത് നമ്മളുടെ പൈസ കിട്ടുന്ന ഒരു സാധനമാണ്. ജോലി സ്ഥലമാണ്. ഞാൻ വീണ്ടും പറയുന്നത്, ഒരു ജോലി സ്ഥലമാണ്, വർക്ക് പ്ലേസ് ആണ്. അവിടെ നമ്മളുടെ ലൈഫിലെല്ലാം എല്ലാം കൊണ്ടിടില്ല നമ്മൾ ലൈഫിൽ. അപ്പൊ നമ്മുടെ ഹാപ്പി മൊമെന്റ്സ് ആയിരിക്കും കണ്ട. അതിൽ നല്ലത് നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് തോന്നുന്നത് നല്ലത് കണ്ട് നല്ലത് എടുക്കുക. ഇഷ്ടമില്ലാത്ത തള്ളിക്കളയാം. ഇഷ്ടപ്പെട്ട സ്ഥലങ്ങള് ഇത് പോണം. നമുക്ക് എല്ലാം നമ്മൾ കാണിക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളത്. നമ്മൾ ഇപ്പൊ എന്നും കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുവാണെങ്കിൽ അതിന്റെ അർത്ഥം 24 മണിക്കൂർ കെട്ടിപ്പിടിച്ച് മുറുക. ചില ദിവസങ്ങളിൽ മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്ന ദിവസങ്ങളുണ്ട്, മൂഡ് സ്വിങ്സ് ഉള്ള ദിവസങ്ങളുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കണം. അതൊക്കെ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിന്റെ ഭാഗമാണ്. നമ്മൾ ഒരിക്കലും അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് ഉണ്ടാക്കിയെടുക്കരുത് ഒരു ഫാമിലി ലൈഫിൽ. എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഒരുമിച്ചായിരിക്കും. കാരണം ഈ ഒരു ബോണ്ട് എന്ന് പറയുന്നത്, മാരേജ് എന്നുള്ള ബോണ്ട് നമുക്ക് വലിച്ചെറിയാൻ പറ്റുന്ന ഒന്നേ അല്ല. അത് നിങ്ങൾക്ക് ആ കല്യാണം കഴിക്കുമ്പോഴേ ആ ഒരു ഫീൽ എന്തെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയുന്നത് പ്രേമിക്കുമ്പോൾ അതില്ല എന്നല്ല പറയുന്നത്. പക്ഷെ കല്യാണം കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ നിക്കാഹിന് ശേഷം അതൊരു വേറെ തന്നെയാണ്. പുറത്ത് നിന്ന് കാണുക അല്ലെങ്കിൽ കമന്ററി പറയുന്നവർക്ക് ആ ഒരു ബോണ്ടിന്റെ സ്ട്രെങ്ത് അതോ അറിയില്ല. അത് ഒരിക്കലും മനസ്സിലാവില്ല.
അപ്പോൾ നിങ്ങളത് അനുഭവിച്ച് തന്നെ ഇതാക്കണം. എക്സ്പെക്ടേഷൻ വേണം, ഓവർ എക്സ്പെക്ടേഷൻസ് പാടില്ല.